അടിപൊളിയായിരുന്നു. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചായിരുന്നു. നമ്മൾ കണ്ടിരിക്കും പടം, അത്രയും നേരവും എൻഗേജിങ് ആയിട്ട് വെച്ചിരുന്നു പടം. ലൈക്ക് ഒരു പടം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലി അതിന് വേണ്ടി ഇത് വേണമെന്നില്ല, ഡയലോഗ്സ് വേണമെന്നില്ല. അത് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഇമോഷൻസ് വെച്ച് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാം. അപ്പം അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു. നല്ലൊരു പടം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. അതെ അതെ അതെ. തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മൂവി ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പടം എനിക്കറിയാലോ, സൗണ്ടൊന്നുമില്ല, ഫുള്ള് അങ്ങനെ മ്യൂസിക് മാത്രമേ ഉള്ളൂ. പിന്നെ അരുൺ സ്വാമിയും വിജയ് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ചിലാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വിജയ് സേതുപതി ആണെങ്കിലും അരുൺ സ്വാമി ആണെങ്കിലും കൊള്ളായിരുന്നു, രണ്ടിനും കുഴപ്പമില്ലായിരുന്നു. ഇഷ്ടമായി. ഒട്ടും ബോറടിച്ചില്ല, ലാഗായിട്ട് തോന്നില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഫൺ എലമെന്റ്സും ഉണ്ട്. പടം നല്ല പടമായിരുന്നു, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്, മക്കളും ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ ഡയലോഗ് പോലും ഇല്ലാണ്ട്, പണ്ട് നമ്മൾ സിനിമയുടെ പണ്ട് ഹിസ്റ്ററി അങ്ങനെയായിരുന്നില്ല, ഡയലോഗ് ഇല്ലാണ്ട് ആ കഥ വിഷ്വലിലൂടെ തന്നെ അത് കഥ പരിപൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് കുഞ്ഞുങ്ങളില്ല എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി പടമാണ്. നല്ല പടമാണ്, ഒന്നും പറയാണ്ട് തന്നെ എല്ലാം പറയുന്നുണ്ട്. ഒരുപാട് മോറൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരു ജനറേഷനിലൊക്കെ ഇങ്ങനത്തെ ഒരു പടം ആവശ്യം. ആ ഒരു 2 മണിക്കൂർ നിങ്ങൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ത്രില്ലായിട്ടിരുന്നു. ഇന്റർവെല്ലിന് ശേഷം തിയേറ്ററിലൊന്നും ഒരു സംസാരം പോലും ഇല്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് എക്സൈറ്റിംഗ് ആണല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നതുകൊണ്ട് നല്ല പടമാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. വിജയ് സേതുപതിൻ്റെ ഒരു വെറൈറ്റി ക്യാരക്ടർ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു വിജയ് സേതുപതി. ആ സിറ്റുവേഷൻ അനുസരിച്ച് BGM വർക്കൗട്ട് ആവുന്നുണ്ട്. ഓരോ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വരുന്ന മ്യൂസിക്കും BGM നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. താങ്ക് യു. ഫിലിമാണ് കേട്ടോ. 2023 IFFJക്ക് വന്ന ഫിലിമാണിത്. ആക്ച്വലി ഇത് എന്തുകൊണ്ട് ഇത്രയും നാൾ റിലീസായില്ല എന്നുള്ളതാണ്. വിഷ്വലുണ്ട്, മാജിക് തീർത്ത ഒരു ഫിലിമാണ്. എല്ലാവർക്കും കൺവേ ആവുന്നുണ്ട്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എല്ലാ ക്യാരക്ടറും പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു നരേഷനോ ഒരു ഡയലോഗോ ഇല്ല, ബട്ട് ഫിലിം വർക്കാവുന്നുണ്ട്, നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെസ്സേജ് അല്ല അതിനകത്ത്, വിഷ്വലും ഉണ്ട്, കഥ പറയുക എന്ന് പറയില്ല. നമ്മൾ ഫിലിം എന്ന് പറയുമ്പോൾ എപ്പോഴും വിഷ്വലും ഉണ്ട്, കഥ പറയുക എന്നുള്ളതാണ് കൂടുതൽ ഡയലോഗ്സിനേക്കാൾ. അത് ഇതിൽ കൺവേ ചെയ്യുന്നുണ്ട് ഈ ഫിലിം. വളരെ വളരെ നല്ല BGM ആണ് അതിനകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന BGM ആണ്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൊണ്ടും സൗണ്ടിന് പ്രാധാന്യം ഉള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ഡയലോഗ്സ് ഇല്ല, അതിനകത്ത് വേറെ ഒരു നരേഷനൊന്നുമില്ല, പക്ഷേ അത് കഥ പറയുന്നുണ്ട്, വിഷ്വലി കഥ പറയുന്നുണ്ട്. സിനിമ അതാണ്, ഫിലിം അതാണ്. അതിനകത്ത് കൂടുതൽ ഡയലോഗ്സ് വാക്കുകൾ കൊണ്ടൊന്നും പറയുന്നില്ല, പക്ഷെ അവർ ആ ആക്ഷൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പേഴ്സണലി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് സംഭവം എന്താണെന്നുള്ള മനസ്സിലായി. ഇപ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഈ ജസ്റ്റ് ആക്ഷനിലൂടെ തന്നെ അവർ നല്ല രീതിയിൽ ഇമോഷൻസ് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കാരണം ഞാനവിടുന്ന് പറഞ്ഞോണ്ട് നല്ല മൂവി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അവർ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അവരെ ആക്ഷനിലൂടെ തന്നെ നമുക്ക് പേഴ്സണലി നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നുണ്ട് മൂവി. എക്സ്പെരിമെന്റൽ പരിപാടിയാണ്, കൊള്ളാം. ആക്ടിങ് വൈസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട്. ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ശരിക്കും.